നമ്മളിപ്പോൾ ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ നേരെ വാൾപ്പാറ പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. പള്ളി വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മളിപ്പം ഫോൾസ് കാണാനായിട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ റോഡിൽ നിന്നിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. നമ്മൾ വന്നപ്പോ ഇവിടെ തേനൊക്കെ ഉള്ള വണ്ടി ഉണ്ടായിരുന്നു വിൽപ്പനയ്ക്ക് വേണ്ടിട്ട് അല്ലേ. ചാർപ്പ ബ്രിഡ്ജ് ഡ്രൈ ആയിട്ട് കിടക്കുക. കുഞ്ഞു വെള്ളം മങ്കി ഉപ്പൂപ്പൻ കാണിച്ചില്ലേ? കൊച്ചേയ അമ്മ മങ്കി ഉപ്പൂപ്പൻ കാണിച്ചില്ലേ? വാഴച്ചാൽ വാട്ടർഫോൾസ്. പേര് പറയാ? ശ്യാം. ശ്യാം. പാറ നമ്മുടെ പാസ്സാണിത്. ഇതിൽ ഇൻ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. 12:59 നമ്മൾ ചെക്ക് പോസ്റ്റിൽ കയറിയത്. 2:59 കൊടുത്തിട്ടുണ്ട്. ഒരു 2:59 3 മണിയ സമയത്തിനുള്ളിൽ നമ്മളവിടെ ക്രോസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ആ ടൈമിങ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ വനത്തിലൊന്നും വണ്ടി നിർത്തിയിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ വണ്ടിയെ വിട്ടിങ്ങ വന്നില്ലേ. ഇവിടെ എനിക്ക് പശുവിനെയൊക്കെ കൊണ്ട് മേയാനായിട്ട് വിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും നമ്മൾ വനത്തിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമ്മളന്ന് ഇവിടെ ഈ സൈഡിലേക്ക് വന്നപ്പോ കണ്ടില്ലായിരുന്നു. ഇവിടെ ഈ വനത്തിൽ തന്നെ താമസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുതി പദ്ധതി അവരുടെ ആയിരിക്കും. അതെ, നമ്മളെ പശുവിനെ എന്ത് കഴിഞ്ഞു? ഇല്ല, ആന ഈ ഫോറസ്റ്റിൽ നിറച്ച ആനയുണ്ട്. ശരി, ഈ ഫോറസ്റ്റില് ആനയുണ്ട്, ഒത്തിരി ആനയുണ്ട്. നമ്മളെ കുത്തൊന്നുമില്ല. നമ്മളതിനൊന്നും ചെയ്യാതിരുന്നതാണ്. നമ്മള് ആനയൊക്കെ പോകുമ്പോ ആനേനെ ശല്യം ചെയ്യാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും ചെയ്യാതിരുന്നാൽ അപ്പൊ ആന പൊക്കോളും. നീ ഒന്നും പറയണ്ട. ആന ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആന പൊക്കോളും.
നമ്മൾ മലക്കപ്പാറ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഇനി മലക്കപ്പാറയ്ക്ക് ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഏകദേശം വനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കൃഷി സ്ഥലമൊക്കെ ആയി. കാപ്പിത്തോട്ടമാണ് നമ്മുടെ 2 സൈഡും ഉള്ളത്. പിന്നെ ക്ലൈമറ്റ് നല്ല രീതിയിലൊരു ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും വെയിലിന് അത്ര ചൂടില്ല, ഒരു തണുത്ത കാറ്റാണ്. എന്തായാലും മൊത്തത്തിൽ ഒരു നല്ല വൈബാണ്. കറക്റ്റ് ഇപ്പോൾ 2:52 സമയം. നമ്മുടെ ഔട്ട് ടൈം 2:59. റിട്ടേൺ വരുമോ? എത്ര മണി വരെ ഉണ്ട്? 6 മണി. 6 മണി വരെ. Neon hums like a subtle thrill. Shadows dance on the windowsill. Concrete dreams in the glow collide. Breathe it in, let the waves decide. Streetlights flicker, a Morse code plea. Whispers rise from the cracks in the street. Some cobbled ground. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ തമിഴ്നാട് ക്രോസ് ചെയ്യുന്നത്. Spin wild dreams out of pity. Every heart beats a brand new song. Time feels right in the world's ഷോളയാർ അണை. അപ്പോൾ ഇതാണ് ഷോളയാർ ഡാം. ശരിക്കും വാട്ടറൊക്കെ ഞങ്ങൾ തുറന്നു വിടുന്ന സമയത്ത് എന്ത് രസം കേട്ടോ. ഇവിടെ ഫാമിലിക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ചെറിയ പാർക്ക്, ഊഞ്ഞാലുകൾ, പിള്ളേരുടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിനുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആന, പോത്ത്, പുലി, ഇതിൻ്റെയൊക്കെ സ്റ്റാച്ചു ഉണ്ട്. സേറ അതുകൊണ്ടോ ഷോളയാർ ഡാം പാർക്ക്. സേറയെ പോലെ മരത്തെ കേളത്തെ മങ്കി. അച്ഛാ, ആ മങ്കിക്കുഞ്ഞ് എന്താണ് അമ്മയുടെ മങ്കിക്കുഞ്ഞ് എന്താണ് അതെ അമ്മയുടെ കൂടെ കയറി പോകുന്നു കണ്ടോ. അതിന്റെ അച്ഛനറിയാ, അതിന്റെ അച്ഛൻ ജോലിക്ക് പോയി. അതിന്റെ അച്ഛന് അതിന്റെ അച്ഛൻ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ ആ മങ്കി കുഞ്ഞിനെ പിടിക്കാൻ പോയാല് അതിന്റെ അച്ഛൻ നമ്മളെ കടിക്കാൻ വരും. ഇത് മൊത്തം ഷോളയാർ ഡാമിന്റെ ഭാഗങ്ങളാണ്, വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. കുറേ ഉണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് എണ്ണത്താ ദൂരത്തുണ്ട് അങ്ങോട്ട്, പക്ഷെ വെള്ളം കുറവാണ്. എടുത്ത് ഉണക്കിയിട്ടാണ് നമ്മൾ കട്ടൻ ചായ വെക്കുന്ന തേയില ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ അച്ചമ്മയ്ക്കൊക്കെ ഇവിടെ ആയിരുന്നു ജോലി. അച്ചമ്മയ്ക്കും കങ്ങാടി പപ്പായിക്കും ഒക്കെ. നമ്മളെയാണോ കൊണ്ടുപോയത്? ആഹാ, നല്ല കാര്യം. ഉണ്ടോ? അച്ഛ എന്നെ കൊണ്ടുപോണേ. അമ്മ സർപ്രൈസ് ആണ്. മിണ്ടല്ലേ? ആനിമൽ ക്രോസിംഗ് സോൺ. അച്ഛ ഇപ്പൊ നാനീര് വീട്ടിൽ പോണ. പോവാ അങ്ങോട്ടാ. നാനീര് വീട്ടിൽ പോണ. ഓടി
ബസ് സ്റ്റാൻഡാണ്. പാറ ടൗൺ എത്തിയിരിക്കുകയാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഒട്ടുമിക്ക കടകളും എല്ലാം ആക്റ്റീവാണ് ഇവിടെ. മൊത്തം തോട്ടം തൊഴിലാളികളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ച ദിവസമാണല്ലോ ടൗണിലേക്ക് ഇറങ്ങുക. അപ്പം അതിനോടനുബന്ധിച്ച് കടകളെല്ലാം ആക്റ്റീവാണ്. പച്ചക്കറി കടകൾ, സൺഡേ ഉള്ള നമ്മുടെ നാട്ടിലെ മറ്റേ ചന്ത എന്ന് പറയുന്ന രീതിയിൽ എല്ലാത്തിൻ്റെയും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ അത്യാവശ്യം ഫ്രഷ് സാധനങ്ങളൊക്കെയാണ്. നല്ല തിരക്കുമുണ്ട്. മുരിങ്ങയിലായിട്ട് വയ്ക്കാൻ കണ്ടുവച്ചേക്കുന്നത്. മല്ലിയിലേക്ക് എന്തോരം പക്ഷെ ഇവിടെ ആൾക്കാർ നമ്മുടെ കേരളത്തിലെ പോലെ തമിഴ്നാട്ടിലെ മിക്ക ആൾക്കാർ മിക്ക കറികളിലും മല്ലിയില ഉപയോഗിക്കും. നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്ന പോലെ അവർ ഉപയോഗിക്കുന്നതല്ല മല്ലിയില. നമ്മൾ വാൾപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഹെയർ പിന്ന് 40 ഹെയർ പിന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 38ാമത്തെ ഹെയർ പിന്നാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പർപ്പിൾ ഫ്രോം ഹെയർ പിൻ. അമ്മ $33. ആയപ്പോഴത്തേന് ഇവിടെ ഫോറസ്റ്റിൽ ആന, നമ്മൾ സൂം ചെയ്ത് കാണിക്കാം, കാണാൻ പറ്റുമോ അറിയില്ല. സെറ കണ്ടോടി? ഉറങ്ങുവാണോ? നിങ്ങൾ ഫോണിലത് ഇത്രയും നമുക്ക് സൂം ചെയ്ത് കാണാനേ പറ്റുള്ളൂ. ഒരു കൂട്ടം ആനയുണ്ട് കേട്ടോ.
എനിക്ക് വേണ്ട. എനിക്കല്ല. കൊള്ളാം കേട്ടോ. പക്ഷെ കുറച്ച് ഇവരുടെ മസാലയുടെ ഒക്കെ ഒരു എരിവുണ്ട്. പക്ഷെ നല്ല ഫ്രഷാണ്. ഞാനുണ്ട് കഴിച്ചു നോക്കിയിട്ട്. ഏ സാറാ കറിയൊക്കെ വേണ്ടേ? പക്ഷെ കുറച്ച് മുളക് കൂടുതലാണ്. ഓക്കെ, അപ്പം ഫിഷ് കൊള്ളാം. കുറച്ച് മസാല കുറച്ച് എരിവായി പോയെന്നേ ഉള്ളൂ. ഇത് എത്ര രൂപയായിരുന്നു 2 പീസിന്? രണ്ടിനും കൂടെ 90 രൂപ. അത്രേ ഉള്ളല്ലേ? നമ്മളവിടെ ഒരു പീസ് ഒരു 300 രൂപയ്ക്ക് കിട്ടത്തില്ല. നെയ്മീനൊക്കെ നമ്മുടെ അവിടെ നല്ല റേറ്റാണ് ഈ ഒരു പീസിന്.